ഇന്നൊരു അയില പൊരിച്ച കഥയാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ മീൻ വാങ്ങുന്നത്. കാരണം ഏട്ടനും വലിയ മോളൊന്നും അങ്ങനെ മീൻ കഴിക്കാറില്ല. അതുകൊണ്ട് ഇന്ന് നല്ല മീൻ കിട്ടിയപ്പോൾ കുറച്ച് വാങ്ങിച്ചു. അത് സാധാരണ ചെയ്യുന്ന പോലെ ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജിഞ്ചക്കാളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെപ്പോഴും സാധാരണ പൊരിച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-15 അല്ലി ചെറിയുള്ളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. ഒരുപാട് അരയരുത്. ഏകദേശം ഈ പരുവത്തിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അടുത്തായിട്ടാണ് ഈ ഡിഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കേട്ടോ. ഒരു വാഴയില എടുക്കുക, തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അത് വാട്ടിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. മീനൊക്കെ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ആ വറുത്ത് കോരി മാറ്റി വെച്ച എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിലാണ് ബാക്കി ചെയ്യേണ്ടത് കേട്ടോ. ആ എണ്ണയ്ക്കകത്ത് കുറച്ച് കറിവേപ്പിലിടുക, ഒരു 2 പച്ചമുളക് മുറിച്ചിടുക. പിന്നെ നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ, അത് അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിടുക. കുറച്ച് എരിവിന് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടുക. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് വാടി റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വാട്ടിയ വാഴയില എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഈ ഉള്ളി കുറച്ച് അതിനകത്തേക്ക് ഇടുക. ഒരു 2 മീനെടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക. വീണ്ടും കുറച്ച് ബാക്കിയുണ്ട ആ ഉള്ളിയുടെ ഒക്കെ കൂടി വീണ്ടും കുറച്ച് മുകളിലിടുക. അതിന് മുകളിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വാഴയില നന്നായിട്ട് പൊതിയുക കേട്ടോ. എനിക്ക് കയറൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ 2-3 ടൂത്ത് പിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അത് വെച്ചിട്ട് ദോശക്കല്ലിട്ട് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കുക. ഞാനൊരു പാത്രം വെച്ച് മൂടി വെച്ചിട്ട് ആവിയേറ്റ് എടുക്കുകയാണ്. ഒന്ന് ചൂടാക്കി വെച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് പക്ഷേ കുറച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. ഇതിൽ ആ ഗ്രേവിയും മീനും കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഒരുപാട് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.